ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്മെട്രി എന്നുള്ള ചാപ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് സിമ്മെട്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഏതൊരു ഫിഗറിനെയും രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഒരുപോലെ നമ്മൾ ഒരു മിറർ ഹാഫ് പോലെ ആക്കുന്നതിനെയാണ് നമ്മൾ സിമ്മെട്രി ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ അതിനുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ എന്നെ തന്നെ പറയുവാണെങ്കിൽ എന്റെ ഫേസിന് നേരെ ഇങ്ങനെ മുറിക്കുവാണെങ്കിൽ എന്താണ് ഇപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും ഉണ്ട് അല്ലെ. അപ്പൊ ഒരുപോലെ നമ്മൾ എന്താണ് ഒരു ലൈൻ വരച്ചിട്ട് അല്ലെ, ഒരു ലൈൻ സിമ്മെട്രി എന്ന് പറയാം അതിന്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏതൊരു ഫിഗറിനെയും ഇപ്പൊ ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിലൂടെ അല്ലെ, കൃത്യമായിട്ട് അതിന്റെ സെന്ററിലൂടെ അതിനെ ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ടെങ്കിൽ, അപ്പുറത്തുള്ളത് ഇപ്പുറത്തും അതേപോലെ കാണാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നത്? സിമ്മെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു ലൈനിനെ കറക്റ്റ് സിമ്മെട്രി ആക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ ലൈൻ സിമ്മെട്രി എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് ഒരു ഭാഗത്തുള്ള അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നെ നേരെ ഹാഫ് ആക്കണമെങ്കിൽ എന്റെ ഇപ്പുറത്തുള്ള കണ്ണ് നേരെ അപ്പുറത്തും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഫിഗേഴ്സിൽ എവിടെയായിരിക്കും ആ ഡോട്ട് വരെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ് ഇതില് ഈ ഒരു കുഞ്ഞി ഡോട്ട് നിങ്ങൾ കാണാം. ഓരോ ഫിഗേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്തു പോവാം. ആദ്യം ഒരു സ്ക്വയർ അതാണ്. ആ സ്ക്വയറിനെ ഞാൻ ലൈൻ സിമ്മെട്രി വരയ്ക്കുന്നത് ഇങ്ങനെയാ. അപ്പൊ ഇത് നേരെ ഹാഫ് ആവും അല്ലെ. നേരെ ഹാഫ് എന്ന് പറഞ്ഞാൽ മിറർ ഹാഫ് ആവുമ്പോൾ ഈ ഡോട്ട് കറക്റ്റ് ഈ ഒരു സെക്ഷനിൽ എവിടെ വരും? ഇവിടെയാണോ വരിക? ഇവിടെ വരുമോ? ഇല്ല അല്ലെ. കറക്റ്റ് നമുക്ക് എവിടെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? കൃത്യമായിട്ട് അത് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായിരിക്കും അതിന്റെ മിറർ ഹാഫ് എന്ന് പറഞ്ഞ. രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. യെസ്, അതിന് ഇങ്ങനെയാണ് ലൈൻ സിമ്മെട്രി ഭാഗിക്കുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞി ഡോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് ഇവിടെ വരും. അടുത്ത ഫിഗറിലോ ട്രയാങ്കിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ മിറർ ഹാഫ് ആണെങ്കിൽ, കൃത്യമായിട്ട് അത് സിമ്മെട്രിയിലാണെങ്കിൽ ഈ ഒരു ഡോട്ട് ഇവിടെ വരും. അടുത്ത ഫിഗർ സർക്കിളിലാണ് അല്ലെ. സർക്കിൾ ആണെങ്കിൽ ഇതാ ഇവിടെയാണ് ആ ഒരു മിറർ ഹാഫ് ആയിട്ട് വരുന്ന ആ ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ഫിഗറും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇത് ലൈൻ സിമ്മെട്രി വരച്ചിട്ടുണ്ട്. അതിന്റെ ഫിഗർ ഇവിടെ വരും. അപ്പൊ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് എന്താണ് സിമ്മെട്രി. അപ്പൊ ഒരു സിമ്മെട്രിന്റെ അത് നിങ്ങൾ ലൈൻ സിമ്മെട്രി വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈയുടെ കേസിലൊക്കെ നിങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും? മിറർ ഹാഫ് ആക്കിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം ഓരോ പിക്ചേഴ്സിൽ എവിടെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര മിറർ ഹാഫ്സുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ലൈൻ സിമ്മെട്രികൾ വരയ്ക്കാം എന്നുള്ളതിന്റെ കൂടെ ഒരു കുഞ്ഞു പ്രോബ്ലം ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കടാ, ഈ ഒരു ഫിഗർ, ആദ്യത്തെ ഒരു ഫിഗർ നമുക്കത് സൂം ചെയ്യാം അല്ലെ. ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ആ ഫിഗറില് നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ഭാഗിച്ചാല് അത് മിറർ ഹാഫ് ആവുമോ? ഇല്ല അല്ലെ. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെയൊക്കെ ഭാഗിക്കാം? ഈ രീതിയിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ ഭാഗിച്ചാൽ അതെന്തായി? ഒരു മിറർ ഹാഫ് ആയി. ഇങ്ങനെയും കട്ട് ചെയ്തുകൂടെടാ. ഇങ്ങനെയും കട്ട് ചെയ്യാം. എനിക്ക് വേണേ ഇങ്ങനെയും കട്ട് ചെയ്യാം. അപ്പൊ 3 രീതിയിൽ അതിന് ലൈൻ സിമ്മെട്രി വരയ്ക്കാൻ പറ്റും. അപ്പൊ സിമ്മെട്രികളാക്കാൻ എനിക്ക് 3 രീതികളുണ്ട്. ഇവിടെ 3 ലൈൻ സിമ്മെട്രീസും എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത ഫിഗറോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാവോ? വരയ്ക്കാവല്ലേ. അപ്പൊ ഇങ്ങനെ വരച്ചാൽ അതിന്റെ എന്തായി? അത് ലൈൻ സിമ്മെട്രി ആയി. ഇങ്ങോട്ട് വരച്ചാലും കൃത്യമായിട്ട് അത് ഹാഫ് ആവും. അപ്പൊ 2 ലൈൻ സിമ്മെട്രി വരയ്ക്കാൻ പറ്റി. ഈ ഒരു ഫിഗറിലോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരയ്ക്കാം. ശരിയല്ലേ? ഒരുപോലെ അല്ലേ വന്നത്? യെസ്, കറക്റ്റ്. ഇനി ഇതാ ഇങ്ങനെ വരച്ചൂടെ ട്രയാങ്കിളിന്റെ? യെസ്, അതുപോലെ ഇപ്പുറത്തേക്കും വരയ്ക്കാം. അതവിടെ മുറിഞ്ഞു പോയി, കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ലൈൻ സിമ്മെട്രി വരയ്ക്കാൻ പറ്റി? 3 ലൈൻ സിമ്മെട്രി വരയ്ക്കാൻ പറ്റി. ലാസ്റ്റ് ഫിഗറില് എത്ര ലൈൻ സിമ്മെട്രികൾ വരും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ. അതിന് ഇപ്പൊ നമുക്ക് ഒരുപാട് അല്ലെ, ഒന്നിലധികമുള്ള ലൈൻ സിമ്മെട്രികൾ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടിപ്പിൾ ഓഫ് ലൈൻ സിമ്മെട്രി എന്ന് പറയാം. അപ്പൊ ലാസ്റ്റിലുള്ള ഈ ഒരു ഫിഗർ, ഏറ്റവും ലാസ്റ്റ് ഫിഗറിൽ എത്ര ലൈൻ സിമ്മെട്രികൾ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ സിമ്മെട്രി എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.